ഹായ് ഗായ്സ്, നമ്മളിന്ന് മറ്റൊരു ഐലൻഡിലേക്കുള്ള യാത്രയിലാണ്. എന്തിനാണെന്നല്ലേ? അതറിയണമെങ്കിൽ വീഡിയോ മുഴുവനായി കാണുക. നമ്മുടെ നാട്ടിലെ പോലെ ബസ് സ്റ്റോപ്പിന് പകരം ഇവിടെ ഹാർബറിൽ ഫെറിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റിങ്ങിലാണ് കേട്ടോ. നമ്മുടെ ഐലൻഡിൽ നിന്ന് രാവിലെ 7:30 ഈ ഒരൊറ്റ ഫെറി മാത്രമേ ഉണ്ടാവൂ. വെയിലടിക്കാത്ത ഭാഗത്ത് സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ ഞങ്ങളുടെ അഡ്വഞ്ചറസ് യാത്ര തുടങ്ങുകയാണ് ഗൈസ്. ഇന്ന് അത്യാവശ്യം റഫാണ് കേട്ടോ. ഞങ്ങൾ 3 പേർക്കുള്ള ടിക്കറ്റ് എടുത്ത് നമ്മുടെ ഐലൻഡ് ബോയ് അത് കയ്യോടെ വാങ്ങി. ഒരാൾക്ക് 22 റുപ്പിയാണ് ടിക്കറ്റ് ചാർജ്. അതായത് നാട്ടിൽ 120 രൂപയുടെ അടുത്ത് കാണും. ഞങ്ങൾ പോകുന്ന ഐലൻഡിൻ്റെ പേരാണ് മൈബുദു. നമ്മുടെ അറ്റോളായ അലിഫ് ദാലിൻ്റെ ക്യാപിറ്റലാണ് മൈബുദു. ഏകദേശം 2000-ഓളം ആളുകളുള്ള ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറ്റോളിലുള്ള മറ്റ് ഐലൻഡിലുള്ള ആൾക്കാരും പല ആവശ്യങ്ങൾക്കായി ഇവിടേക്കാണ് വരാറ്. അതേപോലെ ഒരു ആവശ്യത്തിനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ ഐലൻഡിൽ നിന്നും ഇവിടെ എത്താൻ ഏകദേശം 2 മണിക്കൂറിന് മുകളിൽ വേണം. സത്യം പറഞ്ഞാൽ പോയി വരുമ്പോഴേക്കും ഊപ്പാടളകും. ഈ ആടിയുലഞ്ഞുള്ള യാത്രയുടെ ഇടയിലും ഞങ്ങൾ മറ്റ് ഐലൻഡുകളും റിസോർട്ടുകളും ദൂരെ നിന്ന് കാണാറുണ്ട്. ആ സീപ്ലെയിനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ദൂരെ നിന്ന് കാണാനേ ഇപ്പോൾ പറ്റും. പിന്നീട് എപ്പോഴെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാവേ. ഫെറിയുടെ ഉള്ളിൽ നല്ല ചൂടായതുകൊണ്ട് കാറ്റ് കൊള്ളാനായി ഫെറിയുടെ ഫ്രണ്ടിൽ വന്നിരുന്നു. അതുകൊണ്ട് കുറേ പറക്കുന്ന മീനിനൊക്കെ കാണാൻ പറ്റിയിട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ക്യാമറാമാൻ കിളി പോയിരിക്കുകയായിരുന്നു ഗൈസ്. ആ ദൂരെ കാണുന്ന ഐലൻഡിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഐലൻഡ് ബോയ് വിശന്ന് അവശനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐലൻഡിലെത്തിയതും നേരെ പാർക്കിലേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡും കഴിച്ച് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുകയാണ്. നമ്മൾ എങ്ങോട്ടായി പോകുന്നതെന്നല്ലേ? മുടി വെട്ടാനായി ബാർബർ ഷോപ്പിലേക്ക്. ആ ബാർബർ ഷോപ്പ് ഒരു യുദ്ധഭൂമിയാക്കി നമ്മുടെ ഐലൻഡ് ബോയുടെ മുടി നമ്മൾ വെട്ടി ഗൈസ്. എങ്ങനെയെന്ന് ആ ചേട്ടനും പടച്ചോനും മാത്രമേ അറിയൂ. അവിടെ നിന്നിറങ്ങിയപ്പോഴാണ് ഒരു വീടിൻ്റെ പേര് ശ്രദ്ധയപ്പെട്ടത്, കണ്ണീര്. അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായി അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. മദാമ്മമാരെ കണ്ട് ഭർത്താവിൻ്റെ കണ്ണ് മഞ്ഞളിച്ചതുകൊണ്ട് ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞങ്ങളുടെ ഐലൻഡിൽ ഇപ്പോൾ പാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ സമയം ഇവിടെയുള്ള പാർക്കിലാണ് സ്പെൻഡ് ചെയ്തത്. ഐലൻഡ് ബോയ് മാക്സിമം എൻജോയ് ചെയ്യാണ്. തിരിച്ചുള്ള ഫെറി ഏകദേശം 1 മണിയാകുമ്പോഴേക്കും എത്തി. കുറച്ച് സമയം മാത്രമേ ഞങ്ങൾക്കിവിടെ ചിലവഴിക്കാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഭംഗിയുള്ള നീലക്കടലും താണ്ടി ഞങ്ങളുടെ ഐലൻഡിലേക്ക് തിരിച്ചെത്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.